ഹലോ മീഡിയ ഫ്രണ്ട്സ്, ബാങ്കിങ് ടെക്സ്പോർട്ടിൻ്റെ ഒരു പുത്തൻ എപ്പിസോഡിലേക്ക് എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു കിടിലം അപ്ഡേഷനാണ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് നമ്മളോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഏറ്റവും കുറഞ്ഞ സാലറിയിൽ ലോൺ തരുന്ന ആപ്ലിക്കേഷൻസ് ഏതാണ്, അതായത് NBFC ബാങ്കുകൾ അങ്ങനെ ഉണ്ടോ, അതുപോലെ തന്നെ സിബിൽ എനിക്ക് ഇത്രയേ ഉള്ളൂ, അതുപോലെ തന്നെ നെഗറ്റീവ് സിബിൽ, അങ്ങനെയുള്ള ഒരുപാട് പേര് എന്നോട് വിളിച്ച് ചോദിച്ചിട്ടുണ്ട്. കാരണം നമ്മൾ മെയിനായിട്ട് നമ്മളുടെ ഒരു ലോൺ റിജക്റ്റ് ആവാനുള്ളൊരു പ്രധാന റീസൺ എന്ന് വെച്ചാൽ നമ്മൾ എലിജിബിലിറ്റി ഇല്ലാത്ത ബാങ്കിൽ നമ്മൾ ലോൺ അപ്ലൈ ചെയ്യും, അവർ റിജക്റ്റ് ചെയ്തല്ലേ. നമുക്ക് സിബിലും കാര്യങ്ങളും എല്ലാം ഉണ്ട്, പക്ഷേ നമ്മുടെ സാലറി എലിജിബിൾ അല്ല. ഓക്കെ, ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ എക്സ് എന്ന ബാങ്കിന് നമുക്ക് 700 സിബിൽ സ്കോർ വേണം. ഓക്കെ, നമ്മൾ 690 ഉള്ളൂ നമുക്ക് സിബിൽ സ്കോർ. അങ്ങനെ വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ലോൺ റിജക്റ്റ് ആകും. കാരണം അവരുടെ ആ ഒരു ബേസിക് എലിജിബിലിറ്റി എന്ന് പറയുന്നത് 700 സിബിൽ സ്കോർ വേണ്ടത്. അത് നിങ്ങൾക്കും അറിയാം. ഇപ്പോൾ 20,000 രൂപ സാലറി വേണ്ടിടത്ത് നമ്മൾ 15,000 രൂപ സാലറിയിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അത് നോർമലി റിജക്റ്റ് ആവും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള കുറേ ക്വസ്റ്റ്യൻസാണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനുള്ള ഉദാഹരണം ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, എന്നാൽ വീണ്ടും ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 70% ആൾക്കാർക്കും ഇതെല്ലാം അറിയാൻ പറ്റും. സാലറി ഉള്ള ആൾക്കാർക്കാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ സാലറിയിൽ ചെയ്യുന്നത് വീറൈസ് ആണ്. 12,000 രൂപ സാലറി മതി. ഓക്കെ, എനിക്ക് തോന്നുന്നു നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും കുറഞ്ഞ സാലറിയിൽ ക്രെഡിറ്റ് ബി ചെയ്യും, 8,000 രൂപ സാലറിയിൽ ചെയ്യും. പക്ഷേ അത് ലോൺ എമൗണ്ടൊക്കെ നമുക്ക് 14,000 20,000 രൂപയെല്ലാം കിട്ടുള്ളൂ. പക്ഷേ ഒരു സ്റ്റാൻഡേർഡ് രൂപത്തിൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ ഏറ്റവും കുറഞ്ഞ സാലറിയിൽ ചെയ്യുന്ന ഇതൊരു ബാങ്കാണ്, അല്ലെങ്കിൽ NBFC ആണ് വീറൈസ്. 12,000 രൂപ സാലറി മതി. അതുപോലെ തന്നെ 1 വർഷത്തെ വർക്ക് എക്സ്പീരിയൻസ് വേണം. ബാക്കിയെല്ലാം പക്കയായിരിക്കണം. സിബിൽ സ്കോർ 650 സിബിൽ സ്കോർ വേണ്ടത്, 650. ഓക്കെ, പിന്നെ നമുക്ക് ആക്റ്റീവായിട്ട് ഒരു ഡ്യൂ ഒന്നും പാടില്ല. അതായത് ഇപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇവിടെ നിന്നല്ല, ഏത് ബാങ്കിൽ നിന്നായാലും ഒരു റീസെൻ്റ് ഒരു 3 months എങ്കിലും നിങ്ങൾക്ക് ക്ലിയർ ആയിരിക്കണം. EMI എല്ലാം ഡ്യൂ വരാൻ പാടുള്ളതല്ല. ഓക്കെ, പിന്നെ രണ്ടാമത് എനിക്ക് തോന്നുന്ന ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ കൂടുതൽ പേർക്ക് അപ്രൂവൽ ആയിരിക്കുന്ന സാലറി ബേസിൽ നമ്മുടെ മണി വ്യൂ ആണ്. 650 സിബിൽ സ്കോർ ഉണ്ടെങ്കിൽ മണി വ്യൂ നിങ്ങൾക്ക് ലോൺ ചെയ്യും. ഓക്കെ, പിന്നെ 13,500 രൂപ സാലറി മതി. ഏകദേശം 1 ലക്ഷം മുതൽ 1.5 ലക്ഷം രൂപ വരെ നിങ്ങൾക്ക് 13,500 ഉണ്ടെങ്കിൽ കിട്ടും. പിന്നെ സാലറി കൂടി വരുമ്പോൾ നിങ്ങൾക്ക് ഒബ്ലിഗേഷൻസ് ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 ലക്ഷം 2.5 ലക്ഷം അങ്ങനെ രീതിയിൽ നിങ്ങൾക്ക് ലോൺ ലഭിക്കാറുണ്ട്. ഇതിലുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല ഒരു ഓപ്ഷൻ എന്ന് തോന്നിയത് നമ്മുടെ 5 NBFC ആണ്. ഇവരുടെ എലിജിബിലിറ്റി എന്ന് വെച്ചാൽ വളരെ കുറവാണ്. അതായത് സിബിൽ സ്കോർ വെറും 550 മതി. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഒരുപാട് കസ്റ്റമേഴ്സും സബ്സ്ക്രൈബേഴ്സും സിബിൽ 600 താഴെ വരുന്ന ഒരുപാട് പേരുണ്ട്. അവർക്കൊന്നും സാധാരണഗതിയിൽ നമ്മുടെ ഇപ്പോൾ നിലവിലുള്ള HDFC, ICICI, SBI അങ്ങനെയുള്ള ബാങ്കുകളൊന്നും ലോൺ കൊടുക്കില്ല. അവർക്ക് ലോൺ കൊടുക്കണമെങ്കിൽ ഒരു 700 അല്ലെങ്കിൽ 690 മുകളിൽ സിബിൽ സ്കോർ വേണം. അപ്പോൾ 550 സിബിൽ സ്കോറാണ്. നിങ്ങളുടെ പ്രായം 21-നും 53-നും ഇടയിലാണ്, 55-നും ഇടയിലാണ്. നിങ്ങൾക്ക് 550 സിബിൽ സ്കോർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 5-ൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. സാലറി വരുന്നത് 15,000 രൂപ നിങ്ങൾക്ക് നെറ്റ് സാലറി വേണം. ഇതും ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് പെൻഡിങ് ഡ്യൂസ് ഒന്നും പാടില്ല. ഈ കഴിഞ്ഞ റീസെൻ്റ് ഒരു 3 മാസത്തിൽ പെൻഡിങ് ഡ്യൂസ് നമ്മളിപ്പോൾ ലോൺ എടുത്ത് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ അടച്ചില്ല, അത് പലിശയുടെ പലിശയായി, ഫൈനായി, അങ്ങനെയുള്ളവരൊന്നും ഈ പറഞ്ഞതിലൊന്നും നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല, കിട്ടില്ല. 3 മാസമെങ്കിലും നിങ്ങളുടെ EMI എല്ലാം ട്രാക്കെല്ലാം പക്കയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ പറഞ്ഞ ആപ്പിൽ നിന്നും അല്ലെങ്കിൽ ഈ NBFCയിൽ നിന്നും നിങ്ങൾക്ക് ലോൺ കിട്ടൂ. ഈ 5-ൻ്റെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു ക്രെഡിറ്റ് കാർഡോ അല്ലെങ്കിൽ ഹോം ലോണോ കാർ ലോണോ ഏതെങ്കിലും ഒരെണ്ണം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണൽ ലോൺ കിട്ടുന്ന സക്സസ് റേറ്റ് എന്ന് വെച്ചാൽ വളരെ കൂടുതലാണ്. നമ്മൾ സാധാരണ അപ്ലൈ ചെയ്യുന്നതിനെ അപേക്ഷിച്ച് ഇങ്ങനെ ഏതെങ്കിലും ലോണോ കാർ ലോണോ ക്രെഡിറ്റ് കാർഡോ ഹോം ലോണോ ഉണ്ടെങ്കിൽ ഒരു 99% നിങ്ങളുടെ അപ്രൂവൽ ചാൻസ് കൂടുതലാണ്. അതാണ് 5-ൻ്റെ ആ ഒരു മറ്റുള്ള NBFCയുമായിട്ടുള്ള ഒരു പ്രത്യേകത. ഓക്കെ, ഇനി ഇതിൽ അപ്ലൈ ഈ പറഞ്ഞ എല്ലാത്തിലും ഇനി മണി വ്യൂവിലൊക്കെ നിങ്ങൾക്ക് സാലറി ഇല്ലാതെ കിട്ടും. പക്ഷേ ഇതിൽ ലോൺ കിട്ടണമെങ്കിൽ നിങ്ങൾ പക്ക സാലറി തന്നെ ആയിരിക്കണം. മന്ത്ലി സാലറി നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ തന്നെ വരണം. അപ്പോൾ എന്നെ ആര് കോൺടാക്ട് ചെയ്താലും ലോ എലിജിബിലിറ്റി കസ്റ്റമേഴ്സ് മീൻസ് ലോ സ്കെയിൽ സാലറി എംപ്ലോയീസ് ആര് വിളിച്ചാലും ഞാൻ പറഞ്ഞു കൊടുക്കുന്ന 3 ആപ്ലിക്കേഷൻസാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. ഏതൊക്കെ? 5, അതേപോലെ തന്നെ മണി വ്യൂ,
അതുപോലെ തന്നെ വി റൈസ്. എനിക്ക് തോന്നുന്നു ഒരു 12-നും 20-നും മിഡിലുള്ള സാലറി ഉള്ള ഒരുപാട് ആൾക്കാരുണ്ട്. ഓക്കെ, ഇവർക്കൊന്നും മറ്റ് ബാങ്കൊക്കെ ലോൺ കൊടുക്കുമ്പോൾ സാലറി കുറവാണെന്ന് പറഞ്ഞ് ഒരുപാട് പേരെ റിജക്റ്റ് ചെയ്തതായിട്ട് എനിക്ക് തീർച്ചയായിട്ടും അറിയാം. ഓക്കെ, അപ്പം ചില ആൾക്കാർക്ക് അറിയില്ല നമുക്ക് സാലറി, അവരുടെ വിചാരം സിബിൽ സ്കോർ കൂടുതലുണ്ടെങ്കിൽ നമുക്ക് എവിടെ നിന്ന് ലോൺ കിട്ടുമെന്ന രീതിയിലേക്കാണ് അവർ ചിന്തിക്കുന്നത്. അങ്ങനെയല്ല, സിബിൽ സ്കോർ ഒരു മാനദണ്ഡം തന്നെയാണ്, പക്ഷേ നിങ്ങൾക്ക് സാലറിയും വേണം. നമ്മളറിയാം, നമ്മളൊരാൾക്ക് കടം കൊടുത്താൽ തന്നെ അദ്ദേഹത്തിന് തിരിച്ചു തരാൻ കഴിയുമ്പോൾ മറ്റ് കാര്യങ്ങളെല്ലാം ബേസിക്ക് നോക്കുകയാണ് നമ്മൾ പോലും കടം കൊടുക്കുന്നത്, അത് 100 രൂപയായാൽ പോലും. അതേപോലെ ബാങ്ക് നോക്കുന്ന പല എലിജിബിലിറ്റി ക്രൈറ്റീരിയാസിൽ ഒന്നാണ് സിബിൽ സ്കോർ. അതുപോലെ തന്നെ സാലറി, ഒബ്ലിഗേഷൻ, നെഗറ്റീവ് അക്കൗണ്ട്, അങ്ങനെ പല കാര്യങ്ങളും നോക്കും. അപ്പോൾ അതൊക്കെ പോട്ടെ, അതൊക്കെ ഞാൻ ഈ വരുന്ന വീഡിയോസിൽ നമ്മൾ തീർച്ചയായിട്ടും പറയുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ റിപ്പീറ്റായിട്ട് ചോദിച്ചത് കൊണ്ടാണ് ഞാനൊരു വീഡിയോ ചെയ്തത്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമ്മുടെ ഫേക്ക് ലോൺ ആപ്പുകൾ വീണ്ടും തലപൊക്കി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആരും ചെന്ന് ചാടരുത്. അപ്പോൾ ഞാൻ ഇങ്ങനെ നോക്കുന്ന സമയത്ത് പല ഫേക്ക് ആപ്പുകളും ഇങ്ങനെ വന്നു തുടങ്ങിയിട്ടുണ്ട്. നമ്മളാണ് പറ്റിക്കാൻ നിന്ന് കൊടുക്കരുത് ഒരു കാരണവശാലും. അപ്പോൾ എനിക്കൊരു ആപ്പ്, അതായത് ഇവർ നമ്മളെ പറ്റിക്കുന്നതെല്ലാം കൃത്രിമത്വം കാണിച്ചാണ് ഇവർ നമ്മളെ നമ്മുടെ കയ്യിലിരിക്കുന്ന പൈസ മേടിച്ചെടുക്കുന്നതെന്നുള്ള ഒരു ഇതൊരു കോമഡി തന്നെയാണ്. കാരണം ഞാനൊരു ജസ്റ്റ് ഇങ്ങനെ പ്ലേ സ്റ്റോറിൽ സ്ക്രോൾ ചെയ്ത് പോയ സമയത്ത് ഒരു ആപ്പ് കണ്ടു. അതൊരു ഗെയിമിംഗ് ആപ്പ് എന്നാണ് ഞാൻ ആദ്യം കരുതിയത്. ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇതാണ് അതിൻ്റെ ആ ഒരു ആപ്പ്. ഇത് ഓപ്പൺ ചെയ്തപ്പോൾ ആദ്യം വിചാരിച്ചത് ഗെയിമിംഗ് ആപ്പ് എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഞാൻ കണ്ടത് ഇത് ഫേക്ക് ലോൺ ആപ്ലിക്കേഷനാണ്. അവർ ഈ പ്ലേ സ്റ്റോർ ഗൂഗിളിനെ കബളിപ്പിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ഗെയിം എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്നത്. പക്ഷേ ഇത് ഫേക്ക് ലോൺ ആപ്പാണ്. ഇതിൽ ഒരുപാട് പേര് പെട്ടുപോയിട്ടുണ്ട്. ഹെയർ റുപ്പിയൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഫണി ഹാപ്പൻ, അതുപോലെ തന്നെ അങ്ങനെ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഇപ്പോൾ തലപൊക്കി തുടങ്ങിയിട്ടുണ്ട്. കാരണം പഴയ ആ ഒരു ബേണിൻ്റെ നമ്മൾ അറിയാമല്ലോ, മുമ്പ് കുറേ ആപ്ലിക്കേഷൻ ബേൺ ചെയ്തായിരുന്നു. അപ്പോൾ അതിൻ്റെ ആ ചൂടൊക്കെ മാറിയപ്പോൾ അവർ പതിയെ ഇങ്ങനെ തലപൊക്കി നോക്കുന്നുണ്ട്. അപ്പോൾ ഇതിലൊന്നും ആരും ചെന്ന് പെടരുത്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് തീർച്ചയായിട്ടും ചോദിക്കാം. കാരണം നമ്മൾ ഒരു സമയത്ത് ഇതിനെക്കുറിച്ച് മാത്രമുള്ള വീഡിയോസ് ആയിരുന്നു. ഒരുപാട് പെൺകുട്ടികൾക്കും ആൺകുട്ടികൾ ഉൾപ്പെടെ ഒരുപാട് പേർക്ക് ഇങ്ങനെ ഇഷ്യൂ സംഭവിച്ചിട്ടുണ്ട്, ഹരാസ്മെൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാം ഇങ്ങനെ വന്നിട്ട് നമ്മൾ എടുത്ത് ചാടുകയാണ്. പൈസയുടെ ആവശ്യമാണ്, എനിക്കും അങ്ങനെ തന്നെയാണ്. നമ്മളും പൈസയുടെ ആവശ്യം വരുന്ന സമയത്ത് അങ്ങനെയൊന്നും നോക്കില്ല, ഫേക്കാണോ ഒറിജിനലാണോ ഒന്നും തന്നെ നോക്കില്ല. നമ്മൾ നോർമലി അതിലേക്ക് എടുത്ത് ചാടുകയാണ്. അപ്പോൾ ഇങ്ങനെ ഫേക്ക് ആപ്പ് ഇറങ്ങിയെന്ന് പറയുമ്പോൾ ഒരുപാട് പേര്, നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ഒരുപാട് പേര് സന്തോഷിക്കുന്നുണ്ടാവാം. കാരണം ക്യാഷ് എടുത്ത് വീണ്ടും നമ്മുടെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് 1 ലക്ഷം 2 ലക്ഷം രൂപയൊക്കെ ഫേക്ക് ആപ്പിൽ നിന്ന് എടുത്ത് അവർ അറുമാദിച്ചിട്ടുണ്ടെന്ന് പറയാം. ചില ആൾക്കാർ ഇത് ടെൻഷൻ അടിച്ചിരുന്നിട്ടുണ്ട്, അവരുടെ ഹരാസ്മെൻറ്റും കാര്യങ്ങളും കൊണ്ട്. ചില ആൾക്കാർക്ക് അത് ഒന്നും തന്നെയല്ല. അപ്പോൾ ഇൻ കേസ് നിങ്ങൾക്ക് ഹരാസ്മെൻറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഒരു കാര്യമില്ല, അത് നിങ്ങൾ അത് ഗവനിക്കാതെ വിടുക. ഓക്കെ, ലീവ് ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്യൂസ് എന്തെങ്കിലും നിങ്ങൾക്ക് ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എന്നെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം. ഞാൻ വാട്സപ്പ് നമ്പർ മെൻഷൻ ചെയ്യാം. അതേപോലെ ഈ ആപ്പുകളുടെ അല്ലെങ്കിൽ ഞാൻ ഫേക്ക് ആപ്പിൻ്റെ അല്ല, ഈ പറഞ്ഞ RBI അപ്രൂവ്ഡ് NBFC ആയ മണി വ്യൂ, അതുപോലെ തന്നെ ഫൈബ്, വി റൈസ്, ഇതിൻ്റെയൊക്കെ ആപ്പ് ലിങ്ക് ഞാൻ പേസ്റ്റ് ചെയ്തിരിക്കാം. നിങ്ങൾ താല്പര്യമുള്ള ലോണിന് ആവശ്യമുള്ളവർ അതിൽ നിന്ന് കോൺടാക്ട് ചെയ്യണം, അല്ലെങ്കിൽ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് പൊയ്ക്കോളൂ, കുഴപ്പമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഹാവ് എ നൈസ് ഡേ.